അപ്പോൾ ഇന്ന് നല്ല പൊന്നാരൻ കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. പൊന്നാരൻ എന്നാണ് ഞങ്ങളുടെ നാട്ടിലൊക്കെ ഈ മീനിന് പറയുന്നത്. പൊന്നാരൻ എന്നും ചുമന്ന മീൻ എന്നും പറയാറുണ്ട്. ഇവിടെ ചോദിച്ചപ്പോൾ കിളിമീൻ എന്നാണ് പറഞ്ഞത് കേട്ടോ. ഇനിയിപ്പോൾ കിളിമീനും പൊന്നാരനും ഒക്കെ ഒന്നാണോ എന്നും എനിക്കറിയത്തില്ല. എന്തായാലും മീൻ നല്ല ഫ്രഷായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇവിടെ മീനൊക്കെ വെട്ടി കിട്ടുന്നതുകൊണ്ട് ഏകദേശം ഈ ഒരു മീനൊക്കെ എന്ന് വെച്ചാൽ കുറേ വലിപ്പമുള്ള മീനൊക്കെ വെട്ടിക്കിട്ടും. നമ്മുടെ ചാളയും നെത്തോലി പിന്നെ കൊഞ്ച് അങ്ങനെ ചെറിയ മീനുകളൊന്നും വെട്ടിക്കിട്ടത്തില്ല കേട്ടോ. അങ്ങനെ മീനൊക്കെ വെട്ടിക്കിട്ടുന്നതുകൊണ്ട് ഏത് പാതിരാത്രിക്ക് കൊണ്ടുവന്നാലും കറി വെക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എന്നെ കൊണ്ട് മീൻ വെട്ടുന്ന കാര്യം വലിയ പാടാണ് കേട്ടോ. അങ്ങനെ അതൊക്കെ കഴുകി വൃത്തിയാക്കിയെടുത്ത് അതിന്നേ അങ്ങ് കറി വെച്ച് വെക്കാമെന്ന് വിചാരിച്ചു. നാളത്തേനാകുമ്പോൾ ഉപ്പും പുളിയൊക്കെ പിടിച്ച് നല്ല സെറ്റായിട്ടിരിക്കും കേട്ടോ. അപ്പം ദേ എണ്ണ ഒഴിച്ചു, ഉലുവ ഇട്ട് പൊട്ടി വന്നപ്പോൾ അതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളി കറിവേപ്പില വറ്റൽമുളകും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുത്ത് പിന്നെ മുളക് പൊടിയും മല്ലിപ്പൊടിയും കൂടെ ചേർത്ത് അരപ്പ് ചേർത്ത് ആ എണ്ണയിൽ നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം കേട്ടോ. എങ്കിലേ ആ ഒരു പിന്നെ മീൻകറി തിളച്ച് വറ്റി വരുമ്പോൾ നല്ലൊരു കളറ് വരത്തുള്ളേ. പിന്നെ ആവശ്യത്തിന് പുളിവെള്ളവും ഉപ്പും കായപ്പൊടി ഒരു അല്പം കായപ്പൊടിയും കൂടെ ഞാൻ ചേർക്കുന്നുണ്ട്. കായപ്പൊടിയും കൂടെ ഒക്കെ ചേർത്ത് ആ അരപ്പൊന്ന് തിളച്ച് വരുമ്പോൾ നമ്മൾ കഴുകി വെച്ചിരിക്കുന്ന മീനും കൂടെ പറക്കിയിട്ട് ഒരു 2 മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ വെച്ച് വേവിച്ചെടുത്തതിന് ശേഷം കുറച്ച് നേരം അത് ഒന്ന് വെന്ത് വറ്റി വരുന്നത് ചെറു തീയിലിട്ട് വേവിച്ചെടുക്കാം കേട്ടോ. പിന്നെ ആ ഒരു സമയത്തിന് അതിൽ നിന്ന് ഒരു 2-3 കഷ്ണം എടുത്ത് ഒന്ന് കൊതിക്ക് വേണ്ടി വറക്കാനും കൂടെ അരപ്പ് തേച്ച് ഫ്രിഡ്ജിലോട്ടങ്ങ് വെച്ച്. കാരണം ഇന്നത്തേന് എടുക്കാനുള്ളതല്ല നാളത്തേനുള്ളതാണ് ഈ വെക്കുന്നത് കേട്ടോ. പിന്നെ ഞാൻ രാവിലെ അരിയൊക്കെ വെള്ളത്തിലിട്ടിട്ടുണ്ടായിരുന്നു. ഇതൊരു 3-4 ദിവസത്തേന് അരച്ച് വെക്കാമെന്ന് വിചാരിച്ച്. ഇതാകുമ്പം ഇന്നിപ്പോൾ ശനിയാഴ്ച അരച്ച് വെച്ചാൽ തിങ്കളാഴ്ചത്തേന് എടുക്കാമല്ലോ. അങ്ങനെ ആ 2 ദിവസത്തെ ചൂടൊക്കെ ഇരുന്ന് കൊള്ളുമ്പോഴത്തേന് മാവ് തിങ്കളാഴ്ച ആകുമ്പോഴത്തേന് നന്നായിട്ട് പുളിച്ച് പൊങ്ങി വരും കേട്ടോ. ചൂടെന്ന് പറയുന്നത് നമ്മുടെ റൂമിലോട്ട് നല്ല വെയിലടിക്കും. അപ്പോൾ ആ അരച്ച് ആ വെയിലത്തോട്ട് അങ്ങ് കൊണ്ടുവച്ചാൽ ആ മാവ് അവിടെ ഇരുന്ന് സെറ്റ് ആയിക്കോളേ. മാവൊക്കെ അരച്ച് വെച്ചിട്ട് മീൻകറി നോക്കിയപ്പോഴത്തേന് മീൻകറിയൊക്കെ നല്ല സെറ്റായിട്ടുണ്ട് കേട്ടോ. എണ്ണയൊക്കെ തെളിഞ്ഞ് ഇങ്ങനെ മീൻകറി വെച്ച് കഴിഞ്ഞാൽ ഈ ചട്ടിയൊക്കെ ഇങ്ങനെ എടുത്തൊന്ന് ചുറ്റിക്കുന്നത് ഒരു ആചാരമായിട്ട് വന്നേക്കുകയാണ് കേട്ടോ. അങ്ങനെ മീൻകറിയൊക്കെ സെറ്റായി. അതിൻ്റെ ഇടയ്ക്കൂടെ ഞാൻ ചായ കുടിക്കാൻ ചെന്നിരുന്നപ്പോഴാണ് നല്ല തണുപ്പ് കേട്ടോ. ഇങ്ങനെ ഈ അടുക്കളയിൽ നിന്ന് ഓരോന്നൊക്കെ ഉണ്ടാക്കിക്കൊണ്ട് നിന്നപ്പോൾ ആ തണുപ്പ് അറിഞ്ഞതേ ഇല്ലേ. അവിടെ പുറത്തെന്ന് വെച്ചാൽ റൂമിൽ ചെന്നിരുന്നപ്പോൾ നല്ല തണുപ്പുണ്ട്. ഇപ്പം ഓരോ ദിവസം കഴിയും തോറും നല്ല തണുപ്പ് കൂടി വരുവാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ. ബായ്.